ചാനലിൻ്റെ കൂട്ടുകാരെ, ഇന്നലെ ഞാൻ നിങ്ങളെ ഈ ഹാഫ് കോളർ തയ്ക്കുന്ന വീഡിയോ ഇതെല്ലാം നിങ്ങളെ കാണിച്ചിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കുകയാണ്. നമ്മൾ നെക്കിൻ്റെ ഫ്രണ്ട് പാർട്ട് കുറേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഷോൾഡർ കൂട്ടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഏറ്റവും അവസാനം മാത്രമേ ബാക്ക് നെക്ക് കട്ട് ചെയ്യാവൂന്ന്. ബാക്ക് നെക്ക് നമ്മൾ 1/2 ഇഞ്ചാണ് കട്ട് ചെയ്യുന്നത്, കറക്റ്റ് 1/2 ഇഞ്ച്. അതെന്തിനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ കൂട്ടി പിടിപ്പിക്കുമ്പോൾ ഏറ്റക്കുറച്ചിൽ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ, ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള നെക്ക് തയ്ച്ച് വെച്ച് കഴിഞ്ഞായിരുന്നല്ലോ, അവിടെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടില്ലേ, എത്ര ഇഞ്ച് വരെ? 3 ഇഞ്ച് വരെ. ആ 3 ഇഞ്ചിന് ശേഷമുള്ളതും ഈ ബാക്കിലേക്കുള്ള ഭാഗവും കറക്റ്റ് ചേർത്ത് പിടിച്ച് നമ്മൾ ആ ബാക്ക് നെക്കിൻ്റെ മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിങ്ങനെ ടേപ്പ് ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് ഇത് എത്രയുണ്ടെന്ന് അളന്ന് നോക്കാം. ഇവിടം വരെ ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു. അളന്നപ്പോൾ എനിക്ക് 6 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വേറൊരു ക്യാൻവാസ്, ഇത് ഞാൻ ഇച്ചിരി കട്ടിയുള്ള ക്യാൻവാസാണ് എടുത്തേക്കുന്നത്. ക്യാൻവാസിൽ 1 ഇഞ്ചാണ് വീതി. 1 ഇഞ്ച് ധാരാളം മതി കേട്ടോ. 1 ഇഞ്ച് ഒട്ടും കൂടുതലുമല്ല കുറവുമല്ല. നീളം നമുക്ക് എത്ര വേണ്ടേ? കറക്റ്റ് 6 ഇഞ്ച് നീളം, കറക്റ്റ് 6 ഇഞ്ച് മതി. ആ നീളം നമ്മളിങ്ങനെ ക്യാൻവാസിൽ രേഖപ്പെടുത്തുന്നു. ഇത് ഷർട്ടിനൊക്കെ കൊടുക്കുന്ന ക്യാൻവാസാണ്. മറ്റേ ക്യാൻവാസ് ആണെങ്കിലും മതി, ഞാനിതങ്ങ് എടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഈ അരികി ഇങ്ങനെ ചെറുതായിട്ട് നമുക്കൊന്ന് വളച്ച് വരയ്ക്കണം. അങ്ങനല്ലേ നമ്മുടെ കോളറിൻ്റെ അരികിരിക്കുന്നത്, നേരെ ചതുരം പോലെ അല്ലല്ലോ. അങ്ങനെ കറക്റ്റ് 6 ഇഞ്ചിൽ തന്നെ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഷേപ്പ് കൊടുക്കാം, നിവർത്തി കാണിക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. നമുക്കിനിയും നമ്മുടെ ആ മിച്ചമുള്ള തുണിയുടെ 2 പീസ് തുണി വേണം. അത് 1 പീസ് തുണിയിലേക്ക് ഞാൻ ഇത് ഇങ്ങനെ ഇതിൻ്റെ പശയുള്ള ഭാഗം ചേർത്ത് ഫിക്സ് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ സാധാരണ കോളർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേറൊരു തുണിയിലേക്ക് ഇതിനെ എടുത്ത് വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുക ചെയ്യുന്നത്. പക്ഷേ എന്നാ നിങ്ങൾ കാണുന്നത്, എന്നാ ചെയ്യാനാണ് എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഒരു വലിയ അബദ്ധം പറ്റി. ആ ഫിക്സ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ വീഡിയോയിൽ കാണുന്ന ഇതാ മുഴുവൻ തയ്ച്ച് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കുന്നത്. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അന്നേരം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എണീറ്റ് പോയായിരുന്നു. എണീറ്റ് പോയിട്ട് വന്നിട്ടാണ് കോളർ നല്ല മനോഹരമായിട്ട് കോളർ തയ്ച്ച് കഴിഞ്ഞ് കോളർ കാണിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഇടയ്ക്കത്തെ ഭാഗം എടുത്തിട്ടില്ല. എടുത്തെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് നോക്കി, എൻ്റെ മൊബൈലിൽ ലാപ്ടോപ്പിൽ എടുത്തിട്ടുണ്ടോ ഡിലീറ്റ് ചെയ്ത് മുഴുവൻ നോക്കിയിട്ടും കാണുന്നില്ല. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ല സംഗതി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് റൗണ്ട് കോളർ നെക്ക് തയ്ക്കാൻ നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇത് പിടിപ്പിക്കുന്നത്. റൗണ്ട് കോളർ നെക്ക് നമ്മൾ ഈ അറ്റത്തോട്ട് പിടിപ്പിക്കുന്ന പോലെ തന്നെ ഈ 2-3 ഇഞ്ച് വെട്ടിയിട്ടേക്കുന്ന നമ്മൾ തയ്ച്ച് നിർത്തിയില്ലേ, അവിടെ കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നു. അല്ലാതെ ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല. ഒരിക്കൽ കൂടെ പറയാം. നമ്മൾ ആദ്യമേ ഒരു തുണിയിൽ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാമല്ലോ, ആ എന്തെങ്കിലും സംശയമുള്ള ഒരു റൗണ്ട് കോളർ നെക്ക് വെട്ടുന്ന എൻ്റെ വീഡിയോ ഒന്ന് നോക്കണേ. എന്നിട്ട് നമ്മൾ അതിനെ വേറൊരു തുണിയുടെ നല്ല വശത്തേക്ക് ചേർത്തിട്ട് നമ്മൾ തയ്ച്ചെടുത്ത് അതിന് ഒരു എൻഡ് കാണുമല്ലോ, ആ എൻഡിൻ്റെ നടുക്കുള്ള പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ കോളറിൻ്റെ നടുക്കുള്ള പോയിന്റിലേക്ക് അതിനെ ചേർത്ത് വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരറ്റത്തു നിന്ന് ഇങ്ങോട്ട് തയ്ച്ച് വരുന്നു. കറക്റ്റ് 6 ഇഞ്ച് നമ്മളെടുത്താൽ ഷാർപ്പ് ആ നമ്മൾ വെട്ടിയേക്കുന്ന എവിടെ നിന്നാണോ നമ്മളെ നെക്ക് തുടങ്ങിയത് അവിടെ വന്ന് അവസാനിക്കും. അങ്ങനെ കൊണ്ട് കൂട്ടിച്ചേർക്കുക, അല്ലാതെ അതിനകത്ത് വേറെ യാതൊരു പ്രത്യേകതയില്ല. പക്ഷെ ഒരിക്കലും നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയാനല്ല വന്നത്. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒത്തിരി പേരൊന്നുമില്ല, എങ്കിലും കുറച്ച് പേര് വളരെ പ്രതീക്ഷയോടെ ആഗ്രഹിച്ചിരുന്നു. അവർക്ക് വേണ്ടിയ സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ഇട്ടതും. നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. ഏറ്റവും താമസിക്കാതെ ഞാനൊരു ഹാഫ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും, ഉറപ്പാണ്. പക്ഷേ ഇച്ചിരി സാവകാശം എനിക്ക് തരണം. എനിക്ക് നെക്സ്റ്റ് വീക്ക് ഒരു ടൂർ പ്രോഗ്രാമൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് വരണം. അതിന് മുമ്പ് ഞാൻ 1-2 വീഡിയോ ചെയ്യുമെങ്കിലും ഹാഫ് കോളർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ നിരാശപ്പെടേണ്ട. നല്ല സ്പഷ്ടമായിട്ട് ഒരു നല്ല ഹാഫ് കോളർ നിങ്ങൾക്ക് ഞാൻ തയ്ച്ച് കാണിച്ചിരിക്കും എന്നത് ഉറപ്പാണ് കേട്ടോ. അത് നിങ്ങൾ മറക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ ഇനി ഞാൻ ബാക്കി കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ബാക്കി മറ്റൊന്നും സ്ലീവ് വെട്ടുന്നൊന്നും കാണിക്കാം, ജോയിൻ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് പോകാം. അപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഈ ഹാഫ് കോളർ ചേർത്ത് കഴിഞ്ഞാലും ഈ നമ്മുടെ ക്യാൻവാസ് പുറത്തോട്ട് നിൽക്കത്തില്ലേ, അതിനെ നമ്മൾ ഇതുപോലെ നമുക്ക് കൈകൊണ്ട് നമ്മൾ കൈ തയ്യൽ തയ്ക്കണം. ഒരു ഒറ്റ കാണി നൂലിട്ട് തയ്ച്ചാൽ മതി. അങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് ഫുള്ള് ഇത് റൗണ്ടിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. ഇങ്ങനെ ഫുള്ള് നമുക്ക് അങ്ങനെ തയ്ച്ചെടുക്കണേ. നിങ്ങൾ എന്നോട് അരിച്ചപ്പെടുകയൊന്നും ചെയ്യരുത്. ഇത്
അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം എല്ലാം എന്നാ ചെയ്യാനാ. എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയതാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഓണാക്കി കാണുകയില്ല. അല്ലാതെ എന്നാ ചെയ്യാനാ. ചെയ്തേക്കട്ടെ. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നൈറ്റി പീസ് ആയതുകൊണ്ട് ആ ഇറക്കം മിച്ചം ഉണ്ടായിരുന്നു ഇല്ലേ, ബാലൻസ് തുണി നമുക്ക് മിച്ചമുണ്ട്. ആ തുണി ഇത് കണ്ടോ, ഇത്രയും തുണിയുണ്ട്. എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇത് വീതി കുറവാണ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വീതി കുറവാണേലും നമുക്കിതിനെ 4 മടക്കിയിട്ട് നമുക്ക് ഉള്ളത് വെച്ച് കട്ട് ചെയ്യാം. തികയാത്തതിന് നമുക്ക് സൈഡിൽ അറ്റാച്ച് ചെയ്താൽ മതി. നമുക്ക് അപ്പുറത്ത് വശത്ത് ഉണ്ടല്ലോ. എന്തൊക്കെ ചെയ്യണം പറഞ്ഞേ നിങ്ങൾ തന്നെ പറഞ്ഞതാ. നമ്മൾ എന്നാ ചെയ്യുന്നത്, ആകെയുള്ള വീതി എന്ന് പറയുന്നത് ഇവിടെ 9 ഇഞ്ചില്ല, കറക്റ്റ് 9 ഇഞ്ച് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എന്നാ ചെയ്യണം, നമ്മുടെ ഗ്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 3.25 വരയ്ക്കുന്നു. 3.25 നിന്ന് നമുക്ക് നമ്മുടെ ആം ഹോൾ കേർവ് നമ്മൾ അളന്ന് നോക്കിയില്ല. അളന്ന് നോക്കണ്ട, എനിക്ക് വേണ്ടത് 8.5 8.5. അപ്പം ആ 8.5 ഒരു സ്വല്പം കൂടെ കൂടുതൽ, ഒരു 8.25 നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. ഇതിൻ്റെ കറക്റ്റാണ് ഈ 8.5 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 8.25 നമ്മൾ അടയാളപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കൊണ്ടുവന്ന് കണ്ടോ കൂട്ടി ചേർക്കണം. നീളം മുഴുവൻ ഇരുന്നോട്ടെ, നമുക്ക് വേണ്ട പോലെ ഉപയോഗിക്കാം. നമുക്ക് ബാക്കി ഷേപ്പ് സ്കെയിൽ വെച്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. നമുക്ക് ബാക്കി കണ്ടോ ഇവിടെ ഒരു സ്വല്പം നമുക്ക് പിടിപ്പിച്ചാൽ മതി, പിടിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി നമുക്കുണ്ട്, അത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിവിടെ നോച്ചിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ തന്നെ ഫ്രണ്ട് ആം ഹോളും കൂടെ കുഴിച്ചു വിടാം. ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ നമുക്ക് ഇവിടുന്ന് ഒരു സ്വല്പം അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയണം. കണ്ടോ, നമ്മൾ ഈ ഷേപ്പിലാണ് നെക്കൊക്കെ തയ്ച്ചേക്കുന്നത്. നല്ലതാണോ? നിങ്ങൾ പറയണം നല്ലതാണോ, ചേരുമോയെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഹാഫ് കോളർ ഇടുന്നത്. കോളറിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. പിള്ളേർക്കൊക്കെ തയ്ച്ചു കൊടുക്കും, പക്ഷേ ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ചേരുമോ?